ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുന്നൂസ് ആൻഡ് മോനൂസ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ. നമ്മൾ ഇന്നും നമ്മുടെ തോട്ടിൽ നിന്നും കുറച്ച് മീനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിലോപ്പിയ വറക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ മുള്ളും പറകലും ചെരുമ്പലും എല്ലാം കളഞ്ഞ് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കണം. അത് വെട്ടാൻ ഇത്തിരി പാടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ മീൻ വറുത്ത് തിന്നുന്നത് ഓർത്ത് അങ്ങ് വെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ വെട്ടുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി കല്ലിലിട്ട് തേക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കത് വെളുത്ത് കിട്ടുന്നുണ്ട് മീൻ. പിന്നെ എല്ലാം നമ്മളൊന്ന് വാഷ് ചെയ്ത് എടുത്ത്, എല്ലാവരും പറയുന്നുണ്ട് ലോങ് വീഡിയോ ഇടണം. ഞാൻ കൂടുതലും ഷോർട്ടാണ് ചെയ്യുന്നത്. എന്തോ ലോങ് വീഡിയോ ഇടാനൊരു മടി പോലെയാണ്. ഇങ്ങനെ സ്വന്തമായിട്ട് സംസാരിച്ചൊക്കെ ഇടണ്ടേ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക എനിക്ക്. നമ്മൾ ദാണ്ടെ മീനെല്ലാം വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളത് വരികയാണ്. മീൻ വറക്കാൻ വേണ്ടി മീൻ ഇങ്ങനെ വരിഞ്ഞ് എടുക്കുകയാണ്. എൻ്റെ കല്ലിരിക്കുന്ന പിച്ചാത്തി നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയാണ് കേട്ടോ. കൈ മുറിയൊന്ന് പേടിച്ചിട്ട് ഞാനിങ്ങനെ പതിയെയാണ് മീൻ വരിയുന്നത്. പച്ചമീനായതുകൊണ്ടാണ് നമ്മൾ രാത്രി തന്നെ അങ്ങ് വറക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോവില്ലേ. പിന്നെ അതിന് വേറൊരു രുചിയാണ്. അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ അങ്ങ് വറക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ കുരുമുളകും പെരിഞ്ജീരകവും എല്ലാം ഇടികലിൻ്റെ അകത്തിട്ട് ഇടിച്ചെടുക്കുകയാണ്. ഇടിച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ പൊടിച്ചങ്ങനെ വെക്കാറില്ല. പിന്നെ വെളുത്തുള്ളിയും ഇടികല്ലിലിട്ട് ചതച്ചെടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കും. അരച്ചെടുക്കുമ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നീര് ചേർക്കണം. ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വെട്ടിവെച്ചിരുന്ന മീനിലോട്ട് അരപ്പ് നല്ലതുപോലെ പുരട്ടി കൊടുക്കണം കേട്ടോ. വേപ്പിലയോടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ അരപ്പൊക്കെ പുരട്ടി അരമണിക്കൂർ നമ്മൾ വെക്കണം. ഉപ്പും പുളിയും പിടിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമേ. എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.